ഹായ് ഹലോ നമസ്കാരം. ഇന്നത്തെ ഒരു കുഞ്ഞു വ്ളോഗാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് ഇവിടുത്തെ ഒരു ബ്രിഡ്ജിലേക്കാണ്. ബ്രിഡ്ജിനെ പറ്റി പറയാനാണെങ്കിൽ ഇതിൻ്റെ പേര് മാൽദീവ്സ് ചൈന ഫ്രണ്ട്ഷിപ്പ് ബ്രിഡ്ജ് എന്നാണ്. ഇതാണ് നമ്മൾ പറഞ്ഞ പാലം. മാൽദീവ്സിലെ തന്നെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള ബ്രിഡ്ജ് ആയതുകൊണ്ട് ഇതിൻ്റെ നീളം വന്നിട്ട് 1.39 കിലോമീറ്റർ സംതിങ് വരുന്നുണ്ട്. മാലി സിറ്റിയും എയർപോർട്ടിനെയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ബ്രിഡ്ജാണിത്. ആ കാണുന്ന ഒരു ആർച്ച് ഉണ്ടോ, അതാണ് ഇതിൻ്റെ എൻട്രി. അപ്പോൾ ഈ പാലത്തിൽ ട്രാവൽ ചെയ്യുമ്പോൾ 2 വീലേഴ്സിലാണെന്നുണ്ടെങ്കിൽ ഹെൽമെറ്റ് നിർബന്ധമായിട്ടും ധരിച്ചിരിക്കണം. ഹെൽമെറ്റ് വെയർ ചെയ്യാതെ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. അപ്പോൾ ഇതിൻ്റെ സൈഡിലൊരു നമുക്ക് നടക്കാൻ പറ്റുന്നൊരു വേ ഉണ്ട്. നമുക്ക് ഈ നടക്കുന്ന വഴിയിലൂടെ നമുക്ക് നേരെ നടന്ന് അപ്പുറത്തേക്ക് പോകാൻ പറ്റത്തില്ല. ഈ പാലത്തിൻ്റെ സ്റ്റാർട്ടിങ് തൊട്ട് അതിൻ്റെ എൻഡ് വരെ നമുക്ക് പോകാൻ പറ്റും. അതിനപ്പുറത്തേക്ക് നമുക്ക് പോകാൻ പറ്റത്തില്ല, കാരണം അപ്പുറത്തെ എയർപോർട്ടാണല്ലോ. എയർപോർട്ടിലേക്ക് നമുക്ക് നടന്നു പോകാൻ പറ്റത്തില്ല. അപ്പോൾ വണ്ടിയിലേ പോകാൻ പറ്റത്തുള്ളൂ. ഞാനിപ്പോൾ ഇറങ്ങിയത് ഒരു ഈവനിങ് ടൈം ആയതുകൊണ്ട് തന്നെ നല്ല തണുത്ത കാറ്റുണ്ട്. ആ ഒരു സൺസെറ്റിൻ്റെ ടൈമൊക്കെ ആയി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല തണുത്ത കാറ്റൊക്കെ കൊണ്ട് നമുക്ക് ഇവിടെ നല്ല വ്യൂ ഒക്കെ കണ്ടിട്ട് നിൽക്കാൻ പറ്റും. ഇവിടെ കൂടെ ഡബിൾ ഡെക്കർ ബസ് പോകുന്നുണ്ട്. അപ്പോൾ അതിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് നല്ല വ്യൂസ് കാണാൻ പറ്റും. വൈകുന്നേര സമയമായതുകൊണ്ട് തന്നെ ആൾക്കാരൊക്കെ കൂടി വരുന്നുണ്ട്, കാരണം നടക്കാൻ ഇറങ്ങുന്നവരാണ് ഈ വഴി കൂടുതലായിട്ട് ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ അതേ സൺസെറ്റിൻ്റെ സമയമായി വരുന്നു. ആകാശമൊക്കെ നല്ല റെഡിഷ് കളറിലേക്ക് മാറി വരുന്നൊരു സമയമാണ്. ഇവിടെ വന്നാലും നന്നായിട്ട് സൺസെറ്റ് കാണാൻ പറ്റും. സൺസെറ്റും നല്ല തണുത്ത കാറ്റും ആ ഒരു ഫുൾ അറ്റ്മോസ്ഫിയറും എല്ലാം കൂടെ കൂടിയിട്ട് നല്ലൊരു അടിപൊളി സാധനം. നമുക്കൊന്ന് ചില്ലാവാനും ഒന്ന് റിഫ്രഷ് ആകാനും ഒക്കെ വരാൻ പറ്റുന്ന ഒരു സ്ഥലം. സൺസെറ്റെല്ലാം കണ്ടു ഒന്ന് ചില്ലായി നമ്മളത് തിരിച്ചു പോവുകയാണ്. അപ്പോൾ ഇത്രയായിരുന്നു നമ്മുടെ വീഡിയോ. അപ്പോൾ ഇവിടെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ വന്നൊന്ന് കണ്ടു നോക്കുക. നല്ല അടിപൊളി സ്ഥലമാണ്, നല്ല അടിപൊളി വൈബാണ്. അപ്പോൾ ഇവിടെ നിന്നല്ല, നമ്മൾ എവിടെയായിരുന്നാലും നമുക്ക് ഇടയ്ക്കൊന്ന് പുറത്ത് പോയിട്ട് വരിക എന്നൊക്കെ പറയുന്നത് നല്ല കാര്യമാണ്. നമ്മുടെ മൈൻഡ് ഒന്ന് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടും നമുക്കൊന്ന് ഒരു റിഫ്രഷ്മെൻറ്റ് തരാൻ വേണ്ടിയിട്ടും ഒക്കെ കൂടിയിട്ടാണ്. അപ്പോൾ ട്രാവൽ ചെയ്യുന്നവർ സേഫായിട്ട് ട്രാവൽ ചെയ്യുക, കാരണം നമ്മുടെ നാട്ടിൽ HMV വൈറസ് റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ സേഫായിട്ട് ട്രാവൽ ചെയ്യുക, ഹാപ്പി ആയിട്ടിരിക്കുക, സേഫായിട്ടിരിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.